ഗ്രാമസഭാ പരിശീലന പരിപാടി വളരെയധികം ടഫാണ്. ആ ടഫ് പരിപാടി ആയതുകൊണ്ട് പല ആൾക്കാരും അത് ഡ്രോപ്പ് ഔട്ടായി പോകാറുണ്ട്. അങ്ങനെ എൻ്റെ മുൻഗാമിയായിട്ട് അവിടെ പരിശീലനം കിട്ടിയ ഒരു പ്രധാന വ്യക്തിയായിരുന്നു MT വാസുദേവൻ നായർ. അദ്ദേഹം അവിടെ ഒരാഴ്ച നിന്നു എന്നാണ് പറയുന്നത്. പരിശീലനത്തിന് പോയി ഒരാഴ്ച അവിടെ നിന്നു. അവിടെ പ്രാക്ടിക്കലും ഈ ആംബുലൻസ് ബനിയനും കാക്കി നിക്കറൊക്കെ ഇട്ട് PT പ്രാക്ടിക്കലിനൊക്കെ പോകണം. ഇത് കണ്ടപ്പോൾ അദ്ദേഹം അത് മതിയാക്കി. അദ്ദേഹം ഭാഗ്യവാനാണ്. അത് മതിയാക്കിക്കൊണ്ട് അയാൾ നല്ല നിലയിലെത്തി. അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയത്. അപ്പോൾ പഞ്ചായത്തിലെ പ്രവർത്തനം നടത്തുന്നത് പ്രധാന പങ്ക് വഹിക്കുന്നത്, വികസന വകുപ്പിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് പ്രധാന പങ്ക് വഹിക്കുന്നത് ഗ്രാമസേവകന്മാരാണ്. ലൈഫ് പദ്ധതി, EMS ഭവന നിർമ്മാണ പദ്ധതി, അതുപോലെ ശുചിത്വ പരിപാടികൾ, അതുപോലെ മറ്റെല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത്, പെൻഷൻ പരിശോധന, ഈ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നത് ഗ്രാമസേവകരാണ്. അപ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി അവർക്ക് TEO മറ്റോ ഒന്നുമില്ല. കാരണം എല്ലാ ഫീൽഡ് വർക്കും ചെയ്യണം, കാരണം ചെയ്യണം. അപ്പോൾ 2 സ്ഥലത്ത് അവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒന്ന്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടപ്പിലാക്കണം. അതോടൊപ്പം കേന്ദ്ര പദ്ധതികളായ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, IAY, മറ്റ് പദ്ധതികളൊക്കെ ബ്ലോക്കിൻ്റെ പദ്ധതി ഇവർ നടപ്പിലാക്കണം. അപ്പോൾ 2 ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വിഭാഗമായിട്ട് ഗ്രാമസേവകർ മാറി. അപ്പോൾ വളരെയധികം കേരളത്തിലെ 1900-1900 ഗ്രാമസേവകന്മാർ ഈ ഫീൽഡിൽ 940 പഞ്ചായത്തുകാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇത് അനുഭവിച്ച ആൾക്കാരാണ്. അപ്പോൾ പൊതുവെ ഒരു സേവന മനസ്ഥിതിയുള്ള ആൾക്കാരാണ് ഈ രംഗത്ത് വന്നത്. അവർ വളരെ കാര്യക്ഷമമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നടപ്പിലാക്കിയത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പോസ്റ്റായിട്ട് നമ്മൾ അത് കണക്കാക്കുന്നു. ഞാനൊക്കെ തന്നെ വർക്ക് ചെയ്തപ്പോൾ ഗ്രാമസേവകൻ്റെ പോസ്റ്റ് കിട്ടിയിട്ട് വേറെ പോസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ പോകാതിരുന്നതാണ്. പ്രൈവറ്റ് എക്സ്റ്റൻഷനായിട്ട് എന്നെ നിയമിച്ചു. ഞാൻ പോയില്ല. ഗ്രാമസഭയുടെ വർക്കായിട്ട് തന്നെ തുടർന്നു. 18 വർഷക്കാലം ഞാൻ ഗ്രാമസഭയുടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അത്രയും ജനങ്ങളായിട്ടുള്ള അടുപ്പം വളരെ അടുപ്പമാണ്. എൻ്റെ സർവീസ് കാലത്ത് ഗ്രാമസഭയായ പോലെ 12ഓളം ഗുഡ് സർവീസ് സെൻ്റർ കിട്ടിയിട്ടുണ്ട്. അത് കളക്ടർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടപ്പിലാക്കുമ്പോൾ, നമ്മുടെ പദ്ധതികൾ വിജയിക്കുമ്പോൾ അതിനുള്ളൊരു മാതൃകയായിട്ട് നമ്മളത് മാർച്ച് മാസം കളക്ടർമാരൊക്കെ വിലയിരുത്താറുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു മാതൃകയായിട്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞു. ഏതായാലും 96 ശേഷം വന്ന മാറ്റങ്ങൾ ഗ്രാമസഭമാരോടത്തുള്ള അധ്വാനഭാരം കൂടുകയും പിന്നീട് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാതിനുള്ള ഒരു പ്രവണത വന്നു. സർവീസ് സംഘടനകളൊക്കെ തന്നെ ഗ്രാമസേവകന്മാരുടെ കാര്യങ്ങളെപ്പറ്റി വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. അവർ ഫീൽഡ് സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് അവരങ്ങനെ വിട്ട് ഇതായിട്ട് വന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ 96 ശേഷം ഈ പ്ലാൻ ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന, സ്റ്റേറ്റ് ഗവൺമെൻറ് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടുകളൊക്കെ വരുന്നത് നടപ്പിലാക്കുന്നത് 11ഓളം ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരാണ്. 11 ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ ഒരു പഞ്ചായത്തിലുണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഗ്രാമസേവകരാണ്. അവർക്ക് ഏതാണ്ട് ഇംപ്ലിമെൻറ്റിൻ്റെ തനത് ഫണ്ടിൻ്റെയും പ്ലാൻ ഫണ്ടിൻ്റെയും 40% ഫണ്ടോളം അവർ മുഖാന്തരമാണ് ചെലവഴിക്കുന്നത്. ഒന്ന്, ശുചിത്വ മേഖല, ഭവന നിർമ്മാണം, ലൈഫ് പദ്ധതി, മറ്റ് സാമൂഹികക്ഷേമ പദ്ധതികൾ, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ, ഇതൊക്കെ നടപ്പിലാക്കുന്ന ഇവരാണ്. അതിനു പുറമെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൻ്റെ സൂപ്പർവിഷൻ ഇവരാണ് ചെയ്യുന്നത്. അതുപോലെ ലൈഫ് പദ്ധതിയുടെ സൂപ്പർവിഷൻ ഇവരാണ് ചെയ്യുന്നത്. അതുപോലെ പെൻഷൻ കാർഡ് പരിശോധന ഇവരാണ് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ ഈ നമ്മുടെ ശുചിത്വ മേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവരാണ് ചെയ്തിരുന്നത്. ആ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കേന്ദ്ര ബ്ലോക്കിൻ്റെ പദ്ധതികളും ഇവർ തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പദ്ധതികൾ നടപ്പിലാക്കി വരുമ്പോൾ പൊതുവെ ഇപ്പോൾ ആ മേഖലയിൽ ഇവർക്ക് വേണ്ടത്ര പരിഗണന ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും ലഭിക്കുന്നുള്ളതാണ് സത്യമാണ്. അവർക്ക് TA ഇല്ല, അവർക്ക് ഫീൽഡിൽ വാഹനങ്ങളില്ല, മറ്റ് സൗകര്യങ്ങളില്ല. ഇവരൊക്കെ ഈ പദ്ധതി ചെയ്യണം. 40% ഫണ്ട് ചെലവഴിക്കുന്ന ഇവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ വേണ്ടത്ര കിട്ടുന്നില്ല. അവർക്ക് ഇപ്പോൾ അറ്റൻഡൻസിൽ ഒപ്പിടാൻ പോലും കഴിയാത്തൊരു സ്ഥിതി വന്നിരുന്ന എനിക്ക് അറിവുള്ളത്. പുതിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 22 വന്നപ്പോൾ എല്ലാ പദ്ധതികളും ഏകീകരിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ടൗൺ പ്ലാനിങ് ഇതെല്ലാം കൂടി ഏകീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വന്നപ്പോൾ ഇവരുടെ കാര്യം അന്ന് ഈ ഇതിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാർഗരേഖയിൽ പറയുന്നത് ഭാവിയിൽ VOമാരുടെ പോസ്റ്റ് വേണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോഴും നിലവിലുള്ള PSC ലിസ്റ്റിലുള്ള ആൾക്കാരുടെ നിയമനം കഴിഞ്ഞാൽ ഭാവിയിൽ അത് LD ക്ലർക്കായിട്ട് മാറുകയും അവർ LD ക്ലർക്കായിട്ട് നിയമിക്കുമെന്നാണ് മാർഗരേഖയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ളവരുടെ സ്ഥിതി വളരെ ശോചനീയ അവസ്ഥയിലാണ്. അവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ അറ്റൻഡൻസ് ഇല്ല, അത് ഗ്രാമപഞ്ചായത്തിലില്ല. അവർക്ക് ശമ്പളം കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്, അവരെ പ്രവർത്തനം നടത്തുന്ന ഗ്രാമപഞ്ചായത്തിലാണ്. അത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മാറ്റം വരുത്തേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തീർച്ചയായിട്ടും അവർക്കൊരു
ഒരു ശമ്പളം കിട്ടുന്നതിന് അതിൻ്റെ രേഖകളുണ്ടാവണം, മറ്റു കാര്യങ്ങളുണ്ടാവണം, ഇതാവണം, അവർക്ക് അംഗീകാരം ഉണ്ടാവണം. അത് നമ്മൾ ഇപ്പോൾ നടപ്പിലാകുന്നില്ല. അതോടൊപ്പം തന്നെ ജനകീയാസൂത്രണ പദ്ധതിയുടെ കാര്യമായ ഗ്രാമസഭാ സംഘാടനം, ഗ്രാമസഭാ പ്രവർത്തനങ്ങൾ, ഗ്രാമസഭാ ലീസ്റ്റ് ഉണ്ടാക്കൽ, പിന്നെ പ്രയോറിറ്റി ലീസ്റ്റ് ഉണ്ടാക്കൽ, ഇതൊക്കെ തന്നെ ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടത്ര ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, അത് ബ്ലോക്കിൻ്റെ BDOൻ്റെ നിർദ്ദേശങ്ങൾ അനുവദിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയിലാണ് ഇപ്പോൾ നമ്മുടെ VOമാർ പോകുന്നത്. അപ്പോൾ പണ്ടത്തെ അത് അപേക്ഷിച്ച് അന്ന് നമ്മൾ ചെയ്ത നേട്ടങ്ങളെ ഇതായിട്ട് ഇനിയും നമ്മൾ ഈ ഗ്രാമവികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഈ പ്രവർത്തനം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. കാരണം ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒരു അനിവാര്യ ഘടകമാണ്. അവർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളുടെ അടുത്ത സുഹൃത്താണ് അവർ. അപ്പോൾ അവർ മറ്റു ഉദ്യോഗസ്ഥന്മാരെ അപേക്ഷിച്ച് ജനങ്ങളുമായിട്ട് നല്ല അടുപ്പ ബന്ധങ്ങളാണ്. അവരാണ് ഗ്രാമവികസനത്തിലെ പാർപ്പിടം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയത്. അതുപോലെ ഇന്ത്യയിലെ ഇന്ന് നമ്മൾ വെളിയിടത്ത് മലവിസർജനം നടത്തുന്നുള്ള പ്രോഗ്രാം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കിയത് ഗ്രാമവികസനത്തിലെ ഗ്രാമസഭക്കാരന്മാരായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. ഇന്ന് നമ്മളെല്ലാ വീടുകളിൽ കക്കൂസുണ്ട്, പുറത്ത് കക്കൂസുണ്ട്, വീട്ടിലെ 2-3 കക്കൂസ് വരെ ഉണ്ട്. നമ്മൾ 62 ഒരു വീട്ടിൽ ഒരു കക്കൂസ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ ഗ്രാമസഭയിൽ കൂടെയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് ഒരു നേട്ടത്തിലേക്ക് ഗ്രാമസഭകളുടെ പങ്ക് വലുതാണ്. അപ്പോൾ ഇനിയും തുടർന്ന് നമ്മുടെ ഗ്രാമസഭയുടെ പ്രവർത്തനം അതിന് ഒരു മാർഗരേഖ ഉണ്ടാക്കിയിട്ട് അത് ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥിരം സംവിധാനം അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാമസഭ എന്നുള്ള വലിയൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് ഒരു ഓഫീസ്, അവർ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായ ഓഫീസുണ്ട്, അവർക്ക് ക്ലാർക്കില്ല, അവർ ഓഫീസറാണ്, അവർക്ക് പ്യൂണില്ല, അടിച്ചു വരാൻ സ്വീപ്പറില്ല, എല്ലാം ചെയ്യുന്നത് അവർ തന്നെയാണ്. രാവിലെ വന്ന് അടിച്ചു വരുന്നു, അവർ ഓഫീസിലിരിക്കുന്നു, കേൾക്കുന്നു, സ്വന്തം ചെക്കപ്പ് ഇടുന്നു, പാസ്സാക്കി കൊടുക്കുന്നു, ഒക്കെ നടപ്പിലാക്കുന്ന ഒരേക പോസ്റ്റ് കേരളത്തിലുണ്ടെങ്കിൽ അത് ഗ്രാമവികസന പോസ്റ്റാണ്. നമ്മുടെ സംഘടനയൊക്കെ ആയിട്ട് അന്നത്തെ സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രാമസേവകന്മാർക്ക് ഒരു ക്ലാർക്കിനെ കൊടുക്കണമെന്നൊക്കെ ഗവൺമെൻറ് നിർദ്ദേശം ഉണ്ടായിരുന്നു. രമേശ് തന്നെയുടെ കാലത്ത് അത് ഏതാണ്ട് അംഗീകരിച്ചായിരുന്നു. പിന്നീട് അത് പോയി. പിന്നീട് ഇപ്പോഴൊന്നുമില്ല. ഇപ്പോഴും ഇവർ മാത്രമാണ് ഏകാധ്യാപകൻ പോലെ ഓഫീസർ കം പ്യൂൺ കം ഇതായിട്ട് ജോലി ചെയ്യുന്ന സംഘടനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് TA കിട്ടാനുള്ള ആനുകൂല്യം വേണം, വാഹന സൗകര്യം വേണം, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ ഗ്രാമസഭമാരെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ പഞ്ചായത്തിൽ വന്നാലും പഞ്ചായത്തിന് വന്നിട്ട് അവർക്ക് പരിശീലനം കൊടുക്കണം. ഇലക്ട്രിക് ക്ലർക്കായിട്ട് പോസ്റ്റ് ചെയ്താൽ പോലും അവർക്ക് പരിശീലനം കൊടുത്ത് നിയമിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പരിശീലനം കൊണ്ട് വളരെയധികം നേട്ടമുണ്ട്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 3 കൊല്ലത്തെ പരിശീലനത്തിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ കഴിയുന്നുണ്ട്. അറിവുണ്ടാകുന്നത് മാത്രമല്ല, അത് എങ്ങനെ പെരുമാറണം, ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്റ്റൻഷൻ പരിപാടിക്ക് വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല പോസ്റ്റാണ്. ഒരു പഞ്ചായത്തിലെ ഒരു ക്ലാർക്കിനോ മറ്റോ ഒരാൾക്കോ ഇത് കഴിയില്ല. അതുപോലെ ഇവരുടെ പ്രൊമോഷൻ പോസ്റ്റ്, ഒരു VOയുടെ പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് GEO, പിന്നീട് ഹൗസിംഗ് ഓഫീസർ, പിന്നെ ജോയിൻറ്റ് BDO മുതലായ BDO ഈ തസ്തികകളുണ്ടായിരുന്നു. ഇന്ന് അതും കുറഞ്ഞിട്ടുണ്ട്. ആ മേഖലയിൽ മറ്റ് ഈ ഏകീകരണം വന്നപ്പോൾ മറ്റ് പലരും ആ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അതും കുറവുണ്ട്. പക്ഷേ ഇനി ഭാവിയിൽ ഇന്നുള്ള ആൾക്കാരുടെ ആ പ്രൊമോഷൻ പോസ്റ്റും അതുപോലുള്ള കാര്യങ്ങളും ഗവൺമെൻറ് കണക്കിലെടുത്തുകൊണ്ട് ഭാവിയിലും ഈ എക്സ്റ്റൻഷൻ പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി ഗ്രാമസഭകന്മാരുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ പോസ്റ്റ് വേണം. അവർക്ക് മതിയായ പരിശീലനം കൊടുക്കണം. പരിശീലനം കൊടുത്ത് അവർ നിയമിക്കണം. മറ്റു ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല, ആ എക്സ്റ്റൻഷൻ പരിപാടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗ്രാമസഭ വിജയിക്കുക. സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏക പോസ്റ്റ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് എന്ന് തീർച്ചയാണ്. അതോടൊപ്പം GEO പോസ്റ്റ് വന്നു. കേരള ഗവൺമെൻറ് KG അടിയോടി ധനകാര്യമന്ത്രിയായപ്പോഴാണ് GEO പോസ്റ്റ് കൊണ്ടുവന്നത്. ആ GEO പോസ്റ്റ് കൊണ്ടുവന്നു വെച്ചാൽ നമ്മുടെ ദേശീയ സമ്പാദ്യ പദ്ധതി വിജയിപ്പിക്കുകയും അവർ കളക്ഷൻ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ആ ഫണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഗവൺമെൻറ് നിയമിച്ചു. അതാണ് GEO പോസ്റ്റ്. അത് VOമാരുടെ പ്രൊമോഷൻ പോസ്റ്റായിരുന്നു. അത് വളരെ വിജയമായിരുന്നു. ഇപ്പോൾ MBKY ഏജൻറ്റുമാർ എന്ന നിലയിൽ അവരുടെ പ്രവർത്തനം നടത്താതെ വലിയൊരു കളക്ഷൻ, വലിയൊരു ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. ആ ഫണ്ട് നമ്മുടെ ഇതുണ്ടാക്കിയത്. അതിൻ്റെ പ്രൊമോഷനായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സർവീസിന് VOമാരുടെ പോസ്റ്റായിരുന്നു. അതും ഇപ്പം പോയി.
അതും ഇല്ലാതായി. പിന്നീട് അതിനുശേഷം 1979 വന്ന ഒരു പുതിയ പോസ്റ്റാണ് IRD ഓഫീസർ. അന്ന് ഇപ്പോഴത്തെ ജോയിൻറ്റ് BDO. ആ പോസ്റ്റ് വന്നത് വെച്ചാൽ ദാരിദ്ര്യ ലഘൂകരണത്തിന് നമ്മൾ ഏറ്റവും മുൻഗണന എടുത്തുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ദാരിദ്ര്യമില്ലാതാക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് IRDP. ആ പദ്ധതിയാണ് പിന്നീട് മാറി വന്ന് ഇപ്പോൾ നമ്മൾ ജനകീയാസൂത്രത്തിലെത്തിയത്. ജനകീയാസൂത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പരിശീലനമുണ്ട്. ഇപ്പം ജനകീയാസൂത്രത്തിൻ്റെ ഭാഗമായിട്ട് കിലിയിൽ ഒരുപാട് പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. ആ പരിശീലനങ്ങൾ ക്ലാർക്കന്മാർക്കും കൊടുക്കണമെന്നാണ് ഇപ്പം. പുതുതായി സെലക്ട് ചെയ്ത ക്ലാർക്കന്മാർക്ക് പരിശീലനം കൊടുത്ത് അവർ ജനസമ്പർക്ക പരിപാടിയായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി കില ശ്രമം നടത്തി വരുന്നുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന വലിയൊരു വകുപ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ആ വകുപ്പിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. അപ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഒരു ഇതുകൂടി നമ്മുടെ പദ്ധതിയിൽ ഉണ്ടാവണം. ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരുപാട് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് നല്ല കൃഷി, ഏതാണ്ട് അന്ന് കൃഷിയായിരുന്നു മെയിനായിട്ട്. അന്ന് ആദ്യമായിട്ട് മിനി ഏല എന്ന പദ്ധതി കൊണ്ടുവന്നു. ഓരോ പാടശേഖരങ്ങൾ സെലക്ട് ചെയ്ത് മിനി ഏല പദ്ധതി കൊണ്ടുവന്നു. അത് 100% വിജയമായിരുന്നു. അയ്യാറിട്ട്, തൈനാത്രി, അങ്ങനെ ഇപ്പോൾ അശ്വതി, രോഹിണി, അങ്ങനെ പുതിയ കൃഷിയൊക്കെ ചെയ്ത് തൈനാന്ത്രി, ഇപ്പോൾ മാനന്തവാടിയിലെ താന്നിക്കൽ പ്രദേശത്തുള്ള കൃഷിയൊക്കെ പിന്നെ അതിൻ്റെ മാതൃകയാണ്. അപ്പോൾ അങ്ങനെ കൃഷിക്കാരെ സംഘടിപ്പിച്ചുള്ള എല്ലാ കൂട്ടായ്മകളും ഉണ്ടാക്കിയത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. പിന്നീട് ഇപ്പോൾ പിന്നെ പഞ്ചായത്തുകളിൽ കൃഷിഭവൻ വന്നെങ്കിലും ഇപ്പോഴും പഴയ ആൾക്കാർ ചോദിക്കുന്നത് ഗ്രാമസഭയുടെ ഓഫീസിൽ നിന്ന് തെങ്ങ് തൈ കിട്ടുമോ, അല്ലെങ്കിൽ വിത്ത് കിട്ടുമോ, നെല്ല് കിട്ടുമോ എന്നൊക്കെയാണ് ഇത്. പക്ഷെ ആ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അത് ഏറ്റവും അതായത് നമ്മൾ ജനങ്ങളിലായിട്ടോ. ഇപ്പോൾ ഞാനൊക്കെ അന്ന് വർക്ക് ചെയ്യുന്ന കാലത്ത് വാഹനങ്ങളൊന്നുമില്ല. അന്ന് വാളാട് പേരിയിലൊക്കെ പോകണമെങ്കിൽ 2 ദിവസത്തെ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ താമസിച്ച് ആ പ്രദേശത്തെ കൃഷിക്കാരെ കണ്ട് തിരിച്ചു വരുന്ന മെത്തേഡായിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് പിന്നെ ആൾക്കാർക്ക് വാഹനമുണ്ട്, ഓട്ടോയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അന്നൊന്നുമില്ല. അപ്പോൾ 2-3 ദിവസം ചിലവഴിച്ചിട്ടാണ് അന്നൊക്കെ നമ്മൾ പോയത്. അപ്പോൾ കൃഷിക്കാർക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരാളായിരുന്നു അന്നത്തെ ഗ്രാമസഭ. നമുക്ക് വീടുകളിൽ പോയാൽ ചൂടുവെള്ളം, കുളിക്കാൻ വെള്ളം, ഭക്ഷണം ഒക്കെ തന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു നിലപാട്. അതുപോലെ അവർക്ക് വേണ്ട വിത്ത്, വളമൊക്കെ എത്തിക്കുമ്പോൾ അവരുടെ സന്തോഷം, ഇതൊക്കെ പങ്കുവെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹരിത വിപ്ലവത്തിലേക്ക് വന്ന് നമ്മളെ ഇന്ത്യയിൽ നെല്ല് ഉൽപ്പാദനം വർദ്ധിച്ച്, ഗോഡൗണുകൾ നെല്ല് വർദ്ധിച്ച്, അങ്ങനെ ഒരു വലിയ സംരംഭം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ ധവള വിപ്ലവം, കുര്യൻ സാറിൻ്റെ കീഴിൽ നടത്തിയ ഹരിത വിപ്ലവ കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് നമ്മൾ വയനാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും പശു വളർത്തലും കാലി വളർത്തലുമായിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പ്രാപ്തിയിലേക്ക് വരികയാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.